മെത്തേഡിലൂടെയാണ് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ തേങ്ങ നല്ല വിളഞ്ഞ തേങ്ങ നോക്കിയെടുത്ത് അത് വെട്ടി ഉണക്കി കൊപ്രയാക്കുന്ന പ്രോസസ്സാണെങ്കിലും അതുപോലെ തന്നെ കൊപ്രയിൽ നിന്ന് ആട്ടി വെളിച്ചെണ്ണ എടുക്കുന്ന പ്രോസസ്സും രണ്ടും കോൾഡ് പ്രോസസ്സിങ് തന്നെയാണ്. അതുപോലെ നമ്മളിവിടെ ഫിൽട്രേഷൻ ഒന്നും ഉപയോഗിക്കുന്നില്ല. നമ്മൾ നാച്ചുറൽ സെഡിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബാരലിൽ ഒരു 5 to 10 days വെക്കും. അത് നല്ലോണം അടിഞ്ഞ ശേഷം ആ വെളിച്ചെണ്ണ മാത്രം നമ്മൾ എടുക്കുന്നത്. അങ്ങനെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും. കാരണം വെളിച്ചെണ്ണ നല്ല ട്രാൻസ്പെറൻ്റ് ആയിരിക്കും, വെള്ള കളറായിരിക്കും ഉണ്ടാവുക. നമ്മളിപ്പം മാർക്കറ്റിൽ കാണുന്ന ഒരു യെല്ലോ കളറോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വെളിച്ചെണ്ണയുടെ മണം എന്ന് പറഞ്ഞ സ്മെല്ലുണ്ടാവില്ല, ആ ഒരു രൂക്ഷ സ്മെല്ലൊന്നും ഉണ്ടാവില്ല നമ്മൾ വെളിച്ചെണ്ണയ്ക്ക്. കാരണം ഇതിൻ്റെ പ്രോസസ്സിങ്ങിലുള്ള വ്യത്യാസം കൊണ്ടാണ്. വെളിച്ചെണ്ണ ആട്ടിയിട്ട് നമ്മൾ ഈ ബാരലുകളിലാണ് സാധനം സെഡിമെൻ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. ഇതൊരു കാലാവസ്ഥക്കനുസരിച്ചിട്ട് ഒരു 5 to 10 days വരെ എടുക്കും സെഡിമെൻ്റ് ആയി എടുക്കാൻ. അതല്ലാതെ വേറെ ഇതിൻ്റെ അകത്ത് ഫിൽട്രേഷൻ കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. ഈ ഒരു രീതിയിലുള്ള പിണ്ണാക്കാണ് നമുക്കിത് വെളിച്ചെണ്ണ ആട്ടി കഴിയുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് കംപ്ലീറ്റ് ആയിട്ട് ചൂടാവുന്നില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ എന്താ പറയുക കംപ്ലീറ്റ് വെളിച്ചെണ്ണ കിട്ടുന്നില്ല എന്ന് വെച്ചാൽ ആ ഹോട്ട് പ്രസ്സിങ്ങിലൂടെയാണ് നമുക്ക് അതിൻ്റെ ഒരു 70% മുകളിൽ അല്ലെങ്കിൽ അബൌട്ട് 70% വെളിച്ചെണ്ണ കിട്ടുള്ളൂ. ഇതിൽ നമുക്ക് വെളിച്ചെണ്ണ ഒരു 55% നമുക്ക് വെളിച്ചെണ്ണ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് കൊപ്ര പിണ്ണാക്ക് ഈ ഒരു കണ്ടീഷനിൽ വരുന്നത്. അത് വെളിച്ചെണ്ണ ആ ഒരു ക്വാളിറ്റി കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അങ്ങനെ രീതിയിൽ എടുക്കുന്നത്.